അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗുഹാവാസികൾ ഉറങ്ങിക്കിടന്നപ്പോൾ വിവിധ ഒരുക്കങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തി അള്ളാഹു അവരെ സംരക്ഷിച്ചതാണ് കഴിഞ്ഞ രണ്ടായത്തുകളിൽ വിവരിച്ചത്. അവരെ വർഷങ്ങളോളം ഗുഹയിൽ ഉറക്കിക്കിടത്തിയ ശേഷം അള്ളാഹു അവരെ ഉണർത്തിയതിനെക്കുറിച്ചും അതിനുശേഷം എത്ര കാലം അവർ ഗുഹയിൽ വസിച്ചു എന്ന കാര്യത്തിൽ അവർക്ക് കൃത്യമായ അറിവില്ലാതിരുന്നതിനെക്കുറിച്ചുമാണ് ഇനി പറയുന്നത്. അതോടൊപ്പം അവർ ഉണർന്ന ശേഷം കൂട്ടത്തിൽ ഒരാളെ രഹസ്യമായി ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ വിടുന്നതും എന്ന് പഠിക്കുന്ന 19-ാമത്തെ ആയത്തിൽ പറയുന്നു. വക്കദാലിക, അപ്രകാരം തന്നെയായിരുന്നു അള്ളാഹു അവരെ ദീർഘകാലം പ്രത്യേക ഒരുക്കങ്ങളോടുകൂടി ഉറക്കിയത്. എപ്രകാരം ഒരു ദൃഷ്ടാന്തമായിരുന്നോ അപ്രകാരം തന്നെ ഒരു ദൃഷ്ടാന്തമായി കൊണ്ടാണ് ബഅസ്നാഹും, നാം അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നാം അവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്നതിന് പുനരുജ്ജീവിപ്പിക്കുക, ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നതിന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള ബഅസ എന്ന പദമാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. സാധാരണ ഒരാൾ രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന പോലെയല്ലല്ലോ ഇത്. മറിച്ച് ഒരാൾ മരണശേഷം ഏറെക്കാലം ബർസഖി ജീവിതത്തിന് ശേഷം പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് പോലെയാണിത്. അവരെ ഉറക്കിയതുപോലെ അപ്രകാരം നാം അവരെ ഉണർത്തുകയും ചെയ്തു. ലിയതസാഅലു ബൈനഹും, അവർക്കിടയിൽ പരസ്പരം ചോദിക്കാൻ. ഈ സംഭവം വിവരിക്കുന്ന ആയത്തുകളുടെ തുടക്കത്തിൽ അവരെ ദീർഘകാലം ഉറക്കി പിന്നെ എഴുന്നേൽപ്പിച്ചത്, എത്ര കാലം അവർ ഗുഹയിൽ വസിച്ചു എന്ന കാര്യത്തിൽ രണ്ടു കക്ഷികളിൽ ആരാണ് കൃത്യമായി കണക്കാക്കുക എന്നറിയാൻ വേണ്ടിയാണ്. ലിനാലമ അയ്യുൽ ഹിസ്ബൈനി അസ്വാലിമാ ലബിസു അമദ എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതിൻ്റെ വിശദീകരണമാണിത്. ഉണർന്നപ്പോൾ അവർ പരസ്പരം ചോദിച്ചു. ഖാല ഖായിലും മിൻഹും, അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, യുവാക്കളിൽപ്പെട്ട ഒരാൾ മറ്റുള്ളവരോട് ചോദിച്ചു, കം ലബിസ്തും, നിങ്ങൾ എത്ര നേരം ഉറങ്ങിക്കൊണ്ട് വസിച്ചു? ഈ ഗുഹയിൽ നാം എത്ര നേരം ഉറങ്ങി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, മറ്റുള്ളവരിൽ ചിലർ പറഞ്ഞതാവാം, അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞതാവാം. ഖാലു, അവർ പറഞ്ഞു, ലബിത്ന യൗമൻ ഔ ബഅദ യൗം, നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഏതാനും ഭാഗം മാത്രമാണ് വസിച്ചിട്ടുള്ളത്. ഇന്നലെ ഉറങ്ങി ഇന്ന് എഴുന്നേറ്റതാണെന്നാണ് അവർക്ക് തോന്നിയത്. രാവിലെയാണ് അവർ ഉറങ്ങിയത്, വൈകുന്നേരമാണ് അവർ ഉണർന്നത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ടാണ് ഒരു ദിവസമോ അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ദിവസത്തിൻ്റെ ഏതാനും ഭാഗമോ ആണ് എന്നവർക്ക് സംശയമുണ്ടായത് എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഏതായാലും ദീർഘകാലം ഉറങ്ങിയത് അവർക്ക് കണക്കാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇവിടെ വിഷയത്തിൻ്റെ മർമ്മം. മരണശേഷം കാലങ്ങൾക്ക് ശേഷം പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ മനുഷ്യർക്ക് ഇതേ തോന്നലാണ് ഉണ്ടാവുക. അതായത് ഒരു ദിവസമോ ഒരു ദിവസത്തിൽ കുറവോ അല്ലെങ്കിൽ അല്പനേരം മാത്രം ഉറങ്ങിയ പോലെയാണ് അവർക്ക് തോന്നുക എന്ന് ഖുർആൻ പലയിടത്തും പരലോകത്തെ ആ സന്ദർഭത്തെ വിവരിച്ചുകൊണ്ട് ആവർത്തിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവരെ നീണ്ടകാലം ഉറക്കിയ ശേഷം ഉണർത്തിയതും അത് കഴിഞ്ഞ് ഒരു ദിവസമോ അതിൽ കുറവോ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ എന്നവർക്ക് തോന്നിയതും മരണശേഷം പുനരുജ്ജീവിപ്പിക്കുക എന്ന അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ വെളിപ്പെടുത്തുന്ന ദൃഷ്ടാന്തമാണ്. ഏതായാലും ഇവിടെ യുവാക്കൾ ഉണർന്ന ഉടനെ അവർക്ക് തോന്നിയ കാര്യമാണ് പരസ്പരം ചോദിക്കുകയും പറയുകയും ചെയ്തത്. ഖാലു, അവർ പറഞ്ഞു, റബ്ബുക്കും ആലമു ബിമാ ലബിസ്തും, നിങ്ങളുടെ റബ്ബിനാണ് നന്നായി അറിയുക നിങ്ങൾ വസിച്ചതിനെക്കുറിച്ച്. ആദ്യം അവർ അഭിപ്രായം പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി അള്ളാഹുവിനറിയാം നമ്മൾ എത്ര കാലം ഉറങ്ങിക്കിടന്നു എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത് അവരുടെ കൂട്ടത്തിലെ ചില ആളുകളായിരിക്കാം, ഈ പറയുന്നത് അവരുടെ കൂട്ടത്തിലെ മറ്റു ചില ആളുകളുമാകാം. ഏതായാലും ദീർഘകാലം ഉറങ്ങിയത് അവർക്ക് ഒരു ധാരണയുമില്ല. അവർ സാധാരണ പോലെ കടയിൽ പോയി ഭക്ഷണ സാധനം വാങ്ങാൻ കൂട്ടത്തിൽ ഒരാളെ പറഞ്ഞയക്കുകയാണ്. പുറത്തുള്ളവരിൽ അധികവും ശത്രുക്കളായതുകൊണ്ട് പട്ടണത്തിലേക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ പാത്തും പതുങ്ങിയും വേണം പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒളിത്താവളം ശത്രുക്കൾ കണ്ടെത്തുകയും അവർ നമ്മെ നശിപ്പിക്കുകയും ചെയ്യും എന്നതൊക്കെയാണ് അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഫബഅസു അഹദക്കും ബിവരിഖിക്കും ഹാദിഹി, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ നിങ്ങൾ നിങ്ങളുടെ ഈ വെള്ളിക്കാശുമായി പറഞ്ഞയക്കുക. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നമ്മുടെ കയ്യിലുള്ള ഈ വെള്ളി നാണയവുമായി പോകാം. ഇലൽ മദീനത്തി, പട്ടണത്തിലേക്ക്, സാധനങ്ങളൊക്കെ ലഭിക്കുന്ന പട്ടണത്തിലേക്ക്. ഫല്യൻളുർ, എന്നിട്ട് അവൻ നോക്കട്ടെ
പട്ടണത്തിൽ പോകുന്ന ആൾ നോക്കട്ടെ അയ്യുഹ അസ്കാ ത്വആമൻ, എവിടെയാണ് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുക എന്ന്. ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ ഹലാലായതും ആരോഗ്യത്തിന് ഗുണകരമായിട്ടുമുള്ള ഭക്ഷണം ഏതാണ് എന്ന് അവൻ നോക്കട്ടെ. ഫല്യഅ്തികും ബിറിസ്ഖിൻ മിൻഹു, എന്നിട്ട് അതിൽ നിന്ന്, അതായത് അവൻ നോക്കിയ ആ നല്ല ഭക്ഷണമുള്ള സ്ഥലത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരികയും ചെയ്യട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നമ്മുടെ കയ്യിലുള്ള വെള്ളി നാണയവുമായി അങ്ങാടിയിൽ പോകാം. എന്നിട്ട് നല്ല ഭക്ഷണം ഏതാണ് അവിടെ കിട്ടുക എന്ന് നോക്കി അതിൽ നിന്ന് നമുക്കുള്ള നല്ല ഭക്ഷണം അവൻ വാങ്ങിക്കൊണ്ടുവരട്ടെ. വലിയ തലത്തഫ്, എന്നാൽ അവൻ നന്നായി ജാഗ്രത കൈക്കൊള്ളണം. പട്ടണത്തിലേക്ക് ഭക്ഷണം വാങ്ങാൻ പോകുന്ന ആള് നന്നായി സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, കരുതലോടെ പോവണം. വലായുഷ് ഇറന്നബിക്കും അഹദ, നിങ്ങളെക്കുറിച്ച് ഒരാളെയും അറിയിക്കാനേ പാടില്ല. അതിനാണ് കരുതലോടെ സൂക്ഷിച്ചു പോകണം എന്ന് പറയുന്നത്. വലായുഷീറന്ന, ഒരിക്കലും അറിയിക്കുകയും ചെയ്യരുത്, ബിക്കും നിങ്ങളെക്കുറിച്ച്, അഹദൻ ഒരാളെയും. നമ്മുടെ രഹസ്യ താവളം ആരും അറിയാതെ നമ്മളെക്കുറിച്ച് ആർക്കും ഒരു പിടിയും കിട്ടാത്ത വിധമാണ് പട്ടണത്തിലേക്ക് പോവേണ്ടത് എന്നാണ് അവർ പരസ്പരം പറയുന്നത്. കാലം മാറിയതും ആ നാട്ടിലെ ആളുകൾ സത്യവിശ്വാസികളായതും നാട്ടിലെ നാണയം മാറിയതും ഒന്നും അവർ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് നാട്ടുകാരെക്കുറിച്ച് അവർ ഇങ്ങനെ കരുതുന്നതും പറയുന്നതും. ഇന്നഹും ഈ യൽഹറു അലൈക്കും, തീർച്ചയായും അവർ നിങ്ങളെ കണ്ടെത്തിയാൽ, ജനം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി നമ്മളെ പിടികൂടിയാൽ, എർജുമൂക്കും, അവർ നിങ്ങളെ കല്ലെറിഞ്ഞു കൊന്നുകളയും. ഔ യുഈദൂക്കും ഫീ മില്ലത്തിഹിം, അല്ലെങ്കിൽ അവർ അവരുടെ മതത്തിലേക്ക് നിങ്ങളെ നിർബന്ധിച്ച് തിരിച്ചു കൊണ്ടുപോകും. ഒന്നുകിൽ ഈ നാട്ടിലെ ജനം നിങ്ങളെ എറിഞ്ഞു കൊല്ലും. രാജാവ് കൽപ്പിച്ചിട്ടുള്ളത് അതാണ്. കണ്ടയിടത്ത് വെച്ച് ഈ യുവാക്കളെ കൊല്ലാനുള്ള കൽപ്പന രാജാവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ബലാത്കാരം പഴയ വിശ്വാസത്തിലേക്ക്, ബഹുദൈവ വിശ്വാസത്തിലേക്ക് ഗർവാപ്പസി നടത്തി അവർ നമ്മെ പഴയ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. വലൻ തുഫ്ലിഹു ഇദൻ അബദ, പിന്നെ നിങ്ങൾക്കൊരിക്കലും വിജയിക്കാനാവില്ല. നിങ്ങൾക്ക് പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ പിന്നെ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടേക്കാം. അത് വെറും നാശത്തിലേക്കുള്ള പാഴ് ജീവിതം മാത്രമായിരിക്കും. ആ ജീവിതത്തിൽ വിജയമോ രക്ഷയോ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പഠിച്ച ആദ്യത്തെ ആയത്തിൽ വന്ന വലിയ തലത്തഫ് എന്ന വാക്കാണ് അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും അടിസ്ഥാനത്തിൽ ഖുർആന്റെ പകുതിയിലുള്ള മധ്യത്തിലുള്ള വാക്ക് എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.